ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. അന്തിമഘട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്തി. എല്ലാ മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ പങ്കുവച്ച് കോൺഗ്രസും സിപിഐഎമ്മും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എല്ലാ വോട്ടർമാരും മുന്നോട്ട് വരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ദേശീയ പഞ്ചായത്തി രാജ് ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐപിഎല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും 89 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. അവസാനവട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ് മുന്നണികൾ. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ആവേശകരമായ കൊട്ടിക്കലാശത്തോടെയാണ് പരസ്യ പ്രചാരണത്തിന് സമാപനമാവുക. തുടർന്നുള്ള 48 മണിക്കൂറിൽ നിശബ്ദ പ്രചാരണം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ സമയപരിധിയിൽ ഉച്ചഭാഷിണികളുടെ ഉപയോഗം, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവയ്ക്ക് അനുവാദമില്ല. നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യുന്നതിനും വിലക്കുണ്ട്. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള 48 മണിക്കൂർ മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിയും വരെ എക്സിറ്റ് പോളുകൾക്കും നിരോധനമുണ്ട്. ഏപ്രിൽ 26-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 2,77,49,159 വോട്ടർമാരാണ് മറ്റന്നാൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇതിൽ 5,34,394 പേർ കന്നി വോട്ടർമാരാണ്. 194 സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് മത്സരരംഗത്തുണ്ട്. വോട്ടെടുപ്പിനായി 27,229 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കാനിരിക്കെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ രംഗത്തെത്തിച്ച് സംസ്ഥാനത്ത് പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ ഇന്ന് ആലപ്പുഴയിൽ എൻഡിഎ പ്രചാരണത്തിനായി എത്തി. ഇന്ത്യയെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പുന്നപ്ര കാർമൽ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ അദ്ദേഹം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോപ്പുലർ ഫ്രണ്ടിന് സഹായം നൽകുന്നതായും ആരോപണമുയർത്തി. കേരളത്തിൽ 20 സീറ്റിലും UDF വിജയിക്കുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൊഴിലില്ലായ്മയ്ക്കെതിരെയാണ് കോൺഗ്രസിന്റെ സമരമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ LDF പുതുചരിത്രം രചിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 20 മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയോടെ പ്രവർത്തിക്കാൻ LDFന് സാധിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിന് പുറമെ കർണാടകയിലെ 14-ഉം രാജസ്ഥാനിലെ 13-ഉം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 8 വീതം മണ്ഡലങ്ങളിലും മധ്യപ്രദേശിൽ 7-ഇടത്തും മറ്റന്നാളാണ് വോട്ടെടുപ്പ്. അസം, ബീഹാർ എന്നിവിടങ്ങളിലെ 5 വീതം സീറ്റുകളിലും ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 3 വീതം മണ്ഡലങ്ങളിലും മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജമ്മു കാശ്മീരിലെയും ഓരോ മണ്ഡലത്തിലും രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 1210 സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. പ്രമുഖ നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എല്ലാ വോട്ടർമാരും മുന്നോട്ട് വരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഓരോ വോട്ടും പ്രധാനമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തെ പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി പൂർണ്ണമായും സജ്ജമാണ്. വെയിലും മഴയും ഏൽക്കാതെ ക്യൂ നിൽക്കുന്നതിനുള്ള സംവിധാനവും കുടിവെള്ളം, ശൌചാലയം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളും ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വയോധികർക്കായി പ്രത്യേക ക്യൂ, രക്ഷിതാക്കൾക്ക് ഒപ്പം എത്തുന്ന കുട്ടികൾക്കായി ക്രഷ് സംവിധാനം, ഭിന്നശേഷിക്കാർക്കായി റാമ്പുകൾ, വീൽചെയർ സൌകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വോട്ടർ ID കാർഡുകൾ കൈവശം ഇല്ലാത്തവർക്ക് ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാമെന്നും ശ്രീ സഞ്ജയ് കൌൾ വ്യക്തമാക്കി. ഈ ദിവസം ഒരു ഉത്സവമായിട്ട് കണക്കാക്കണം. ഒരു അവധി ദിവസമായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കണ്ട.
നമ്മുടെ ബൂത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാ ബൂത്തുകളിൽ എല്ലാ ബേസിക് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് വോട്ടിംഗ്. ഈ വോട്ട് അവകാശം ഒരിക്കലും മിസ് ചെയ്യേണ്ട. വൺസ് ഇൻ 5 years നമ്മൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരാറുണ്ട്. നമ്മുടെ ഭാവി എങ്ങനെ ആയിരിക്കണം ഇത് നമ്മുടെ കയ്യിലാണ്. പ്ലീസ് വോട്ട്. അരുണാചൽ പ്രദേശിലെ 8 പോളിംഗ് സ്റ്റേഷനുകളിൽ ഇന്ന് റീപോളിംഗ് നടക്കുന്നു. അരുണാചൽ വെസ്റ്റ് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട 4 നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലാണ് റീപോളിംഗ് കനത്ത സുരക്ഷയിൽ പുരോഗമിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ ആകെ ബാധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമിയിലെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മനുഷ്യർക്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രൊബേഷനേഴ്സിന്റെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ദേശീയ പഞ്ചായത്തി രാജ് ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ ഇന്ത്യയെ പരിവർത്തനം ചെയ്യാനും ജനങ്ങൾക്ക് മികച്ച ജീവിത സാഹചര്യം ഉറപ്പുവരുത്താനുമുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മെച്ചപ്പെട്ട നാളേക്കായി സുസ്ഥിര അടിസ്ഥാന സൌകര്യങ്ങളിൽ നിക്ഷേപം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സുസ്ഥിര അടിസ്ഥാന സൌകര്യങ്ങളെക്കുറിച്ചുള്ള 6ാമത് അന്താരാഷ്ട്ര സമ്മേളനത്തെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദുരന്തങ്ങളുടെ ആഘാതം സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലും ദുരന്താനന്തര പുനർനിർമ്മാണ ശ്രമങ്ങളിലും സുസ്ഥിരത ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെടിയുണ്ടകളിൽ നിന്നും മികച്ച സംരക്ഷണം ഉറപ്പു നൽകുന്ന ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വികസിപ്പിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനം. ചണ്ഡിഗഡിലെ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിൽ നടന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന്റെ പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് DRDO അറിയിച്ചു. പരമാവധി സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനൊപ്പം ധരിക്കാനുള്ള സൌകര്യം കൂടി കണക്കിലെടുത്താണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പഞ്ചാബിലെ അട്ടാരി അതിർത്തിയിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് കേസിലെ പ്രധാന പ്രതിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ ഷാംലി സ്വദേശിയായ തഹ്സീമിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. 2022 ഏപ്രിലിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അട്ടാരി ചെക്ക് പോസ്റ്റ് വഴി ഇന്ത്യയിലേക്ക് കടത്തിയ ഏകദേശം 700 കോടി രൂപ വിലമതിക്കുന്ന 103 കിലോഗ്രാം ഹെറോയിൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് 6ാമതും ഡൽഹി 8ാമതുമാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സ് 6 വിക്കറ്റിന് വിജയിച്ചു. ISL ഫുട്ബോളിൽ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് ഗോവ മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 7:30 ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ആദ്യപാദ സെമിയിൽ ഒഡീഷ FC മോഹൻ ബഗാനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇരു ടീമുകളും തമ്മിലുള്ള 2ാം പാദ സെമി ഫൈനൽ ഈ മാസം 28-ന് കൊൽക്കത്തയിൽ വെച്ച് നടക്കും. ടിക്ടോക്ക് നിരോധന ബില്ലിന് അമേരിക്കൻ സെനറ്റിന്റെ അംഗീകാരം. തുടർ നടപടിക്കായി ബില്ല് US പ്രസിഡന്റ് ജോ ബൈഡന് കൈമാറും. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെ ടിക്ടോക്ക് നിരോധനം അമേരിക്കയിൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. 2ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. അന്തിമഘട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്തി. എല്ലാ മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ പങ്കുവച്ച് കോൺഗ്രസും CPIM-ഉം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എല്ലാ വോട്ടർമാരും മുന്നോട്ട് വരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ദേശീയ പഞ്ചായത്തി രാജ് ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.